ലോകത്ത് വീണ്ടും ഒരു ആണവായുധ ഭീഷണി ഉയർന്നു വരികയാണ്. ഒരു രാജ്യം കൂടി അതിവേഗം ആണവായുധം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി ഇപ്പോൾ റഷ്യ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. വെറും ഒരു വർഷത്തിനുള്ളിൽ ഈ രാജ്യം ഒരു ആണവ ശക്തിയായി മാറിയേക്കാം എന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത്. മറ്റേതെങ്കിലും ഏകാധിപത്യ രാജ്യമോ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യമോ അല്ല ഇത്. ലോകത്ത് ആദ്യമായി അണുബോംബിന്റെ ദുരന്തം നേരിട്ട, ഇനി ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത അതേ ജപ്പാൻ തന്നെയാണ് ഇപ്പോൾ സ്വന്തമായി ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എക്കാലത്തും യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന ജപ്പാനെ ഇതിലേക്ക് തള്ളിവിടുന്നത് നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. അയൽക്കാരായ ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികൾക്ക് പുറമെ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിനു ശേഷം സഖ്യരാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ നയങ്ങളിലെ അനിശ്ചിതത്വമാണ് സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ജപ്പാനെ പ്രേരിപ്പിക്കുന്നത്. ജപ്പാന്റെ പക്കൽ ഇപ്പോൾ 5500 ആണവ പോർമുനകൾ നിർമ്മിക്കാൻ ആവശ്യമായ 44 ടൺ പ്ലൂട്ടോണിയം ശേഖരമുണ്ടെന്ന് ചൈനയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമീപകാലത്ത് ഹിരോഷിമ വാർഷികത്തിൽ സംസാരിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തക്കാച്ചി ആണവായുധ വിരുദ്ധ നിലപാടുകൾ ഭാവിയിലും തുടരുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് നൽകാതിരുന്നതും ഈ സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ഇതിനിടെ റഷ്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര പോരും കടുക്കുകയാണ്. ജപ്പാൻ തങ്ങളുടേതായി അവകാശപ്പെടുന്ന കുരിൽ ദ്വീപുകൾ, ആ ദ്വീപുകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ സന്ദർശനം നടത്തിയതാണ് പുതിയ പ്രകോപനം. പുതിന്റെ നടപടിയെ അപലപിച്ച ജപ്പാൻ ഇത് തങ്ങൾക്ക് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി റഷ്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. റഷ്യയും ജപ്പാനും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഈ നയതന്ത്ര പ്രശ്നങ്ങളെ തികഞ്ഞ സംയമനത്തോടെയും നിഷ്പക്ഷതയോടെയുമാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. എന്നാൽ ശാന്തമായിരുന്ന പസഫിക് മേഖലയിൽ ജപ്പാൻ കൂടി ഒരു ആണവ ശക്തിയായി മാറിയാൽ വരും നാളുകളിൽ ഏഷ്യയിലെ അധികാര സമവാക്യങ്ങൾ പൂർണ്ണമായും മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.